ജോലിയിലേക്ക് കയറുമ്പോൾ താങ്കൾ കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഇല്ലേ? വാട്ട് ഈസ് യുവർ കമ്മിറ്റ്മെന്റ്? വിച്ച് ഡിപ്പാർട്ട്മെന്റ് യു ആർ? സെയിൽസ് കോർഡിനേറ്റർ. അപ്പൊ താങ്കളുടെ റോൾ എന്താണ്? പരമാവധി കൺവേർട്ട് ചെയ്യുക അല്ലേ? പരമാവധി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ താങ്കളുടെ സെയിൽസ് കോർഡിനേറ്റർ ലീഡ് കൺവേർട്ട് ചെയ്യാം. ദർ ഇസ് an irony. വിരോധാഭാസം. സെയിൽസ് കോർഡിനേറ്റർ ഡസൻറ്റ് ഡു ലീഡ് കോർഡിനേഷൻസ്. സെയിൽസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ മൊത്തം കോർഡിനേഷനാണ്. ഇവർക്കൊക്കെ എന്ത് കാര്യങ്ങളുണ്ട് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം വേണ്ടത്. അത് ലീഡും കൂടിയാണ് നോക്കുന്നത്. ലീഡ് കോർഡിനേഷനും കൂടിയുണ്ട്. ഫസ്റ്റ് ലൈൻ കമ്മ്യൂണിക്കേഷൻ താങ്കളാണ്. ഫസ്റ്റ് എൻക്വയറി കൺവേർട്ട് ചെയ്യും. താങ്കൾ എന്താ സംസാരിക്കുന്നത്? ഫസ്റ്റ് ഇംപ്രഷൻ. ഇദ്ദേഹത്തിനാണ് ആദ്യം പിടിക്കേണ്ടത്. ഇദ്ദേഹത്തിനെ ആദ്യം ഇരുത്തേണ്ടത്. ഇദ്ദേഹം സെയിൽസാണ് ചെയ്യേണ്ടത് ഫസ്റ്റ്. ദിസ് എ ഫസ്റ്റ് ടച്ച് പോയിന്റ്, ദിസ് എ ഫസ്റ്റ് ഇംപ്രഷൻ. ഇവിടെ വരുന്ന ടോൺ പോയാൽ പോലും കമ്പനി അപ്പോൾ തിരിച്ചു പോയി. ഇവിടുന്നാണ് ലീഡ് ഫണലിൽ നടക്കുന്നത്. താങ്കളതാണോ? നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണം. കാരണം ഇത് ഫസ്റ്റ് ടച്ച് പോയിന്റ് ആണ്. ഇവിടുന്ന് സാധനം പോയാൽ പിന്നെ സെയിൽസുകാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഒരു 10 ലീഡ്, ഇവിടെ ക്വാളിറ്റി ലീഡ്സ് ആണ്. ഇവർക്കപ്പം NC, NP, NI, NC ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇവർക്ക് ലീഡ് ടെർമിനോളജി. അപ്പോൾ അത് ശരിക്കും കാരണം ഒരു കമ്പനിയിലേക്ക് വിളിക്കുമ്പോൾ ടേക്ക് എൻ എക്സാമ്പിൾ, നേരിട്ട് പോയിട്ട് ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മൈക്രോ എക്സ്പ്രഷൻസ് റേറ്റ് ചെയ്യാം. ഞാൻ പറയുകയാണ് സിംഗപ്പൂർ ഇത്ര ആ മുഖത്ത് നമുക്ക് പിടിക്കാം അല്ലേ നമുക്ക് ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പക്ഷേ ഇത് മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടെലിഫോണാണ്. ടെലിസെയിൽസ് അല്ലെ ടെലിഫോൺ. നിങ്ങൾക്ക് അവരുടെ റിഫ്ലക്ഷൻസ് കിട്ടുന്നത് അവരുടെ ടൊണാലിറ്റി, അവരുടെ കൺഫ്യൂഷൻസ്, അവരുടെ ചോദ്യങ്ങൾ, അവർ എഡ്യൂക്കേറ്റഡ് ആണോ, അവർ ഓൾറെഡി ട്രാവൽ ചെയ്ത ആൾക്കാരാണ്. പ്രോബിംഗ് എഫിഷ്യൻസി ഇവർക്ക് വേണം. ഇവർ ബെസ്റ്റ് പ്രോബർ ആണെങ്കിൽ മാത്രമേ പ്രോബിംഗ് എഫിഷ്യൻസി ഉണ്ടെങ്കിലേ ലീഡ് ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് പോളിസി എന്താണ്? എന്താ കമ്മിറ്റ്മെൻറ്റ് പോളിസി? ഇദ്ദേഹം കമ്പനിയിലേക്ക് ചേരുന്ന സമയത്ത് ഇദ്ദേഹം കമ്പനിയിലേക്ക് വെച്ചിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഞാൻ ഇന്ന് ചെയ്യാം. അപ്പോൾ ഏതുമായിട്ട് റിഫ്ലക്റ്റഡ് ആയിരിക്കും? JDയിലത്തെ കംപ്ലീറ്റ് റോൾ റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും ഏതിലേക്ക് വരുന്ന കമ്മിറ്റ്മെൻറ്റ് പോളിസി. ആ കമ്മിറ്റ്മെൻറ്റിൽ എനിക്ക് സാലറി പറ്റുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എനിക്ക് ഒരു സാലറി കമ്പനി ഫിക്സ് ചെയ്യുന്നത് ഐ ഹാവ് സം ബേസിക് കമ്മിറ്റ്മെൻറ്റ്. ആ കമ്മിറ്റ്മെൻറ്റിൽ ഞാൻ ഷോർട്ട് ആണോ? ആ കമ്മിറ്റ്മെൻറ്റ് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ? കമ്മിറ്റ്മെൻറ്റിൽ ഗ്യാപ്പ് വരുന്നുണ്ടോ? കഴിഞ്ഞ മാസം എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്തായിരുന്നു, അതിൽ ഗ്യാപ്പ് ഉണ്ടോ? അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് പോളിസിയും ശരിക്ക് റിവാർഡ് പോളിസിയും അതുപോലെ തന്നെ റെമ്യൂണറേഷൻ പോളിസിയും ഡിഫറെൻ്റ് ആണ്. റെമ്യൂണറേഷൻ പോളിസി ബേസ്ഡ് ഓൺ കമ്മിറ്റ്മെൻറ്റ്, റിവാർഡ് പോളിസി ബേസ്ഡ് ഓൺ പെർഫോമൻസ്. ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആണോ? റിവാർഡ് പോളിസി is based on performance. Remuneration policy is based on commitment. Salary hike, അല്ലെങ്കിൽ incentive, restructuring, അല്ലെങ്കിൽ perks, എന്തെങ്കിലും additional benefits, or some travel. Because this is a travel company, I'm going to give you the best employee this month. I'm going to give you an international trip. Go to Dubai and experience and come back. Because you bring a lot of revenue for the company. ഈ മാസം ഒരു ദുബായ് ട്രിപ്പ് കയറുകയാണ്. കാരണം this is a trip company. It's a travel company. അപ്പോൾ ഒരു എംപ്ലോയിക്ക് ഒരു ട്രിപ്പ് കൊടുക്കുകയാണ്. ആ ട്രിപ്പ് കൊടുക്കാൻ എന്താ ക്രൈറ്റീരിയ? സോ ഇറ്റ്സ് ഓൾവേസ് കംസ് അണ്ടർ ദി വിച്ച് വൺ? ദാറ്റ് ഈസ് എ റിവാർഡ് പോളിസി എന്നുള്ള രീതിയിൽ നമുക്ക് വരാൻ വേണ്ടി പറ്റും. ക്ലിയർ?